ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കൊച്ചി രാജ്യാന്തര വിമാനത്താവളം വഴി 4474 പേരാണ് ഈ വർഷം ഹജ്ജിന് പോയത്. ഇതിൽ 1826 പേർ പുരുഷന്മാരും 2448 പേർ സ്ത്രീകളുമാണ്. കൂടാതെ ലക്ഷദ്വീപിൽ നിന്നുള്ള 93 പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള 5 പേരും കർണാടകയിൽ നിന്ന് 2 പേരും കൊച്ചി വഴിയാണ് പോയത്. കഴിഞ്ഞ മാസം 24-ന് ആരംഭിച്ച കൊച്ചി വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് ഈ മാസം 10-ന് അവസാനിച്ചു. സൗദി എയർലൈൻസ് ആണ് കൊച്ചിയിൽ നിന്നും സർവീസ് നടത്തിയത്. കഴിഞ്ഞ മാസം 26-ന് ഉച്ചയ്ക്ക് 279 ഹാജിമാരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. ഈ മാസം 9 വരെ 16 സർവീസുകളാണ് കൊച്ചിയിൽ നിന്ന് ഉണ്ടായിരുന്നത്. കളമശ്ശേരി പ്രദേശത്തെ കുന്നുകര, കരുമാലൂർ, ആലങ്ങാട് ഗ്രാമപഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന വിവിധ തോടുകളുടെ എക്കലും ചെളിയും നീക്കം ചെയ്ത് ആഴം കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 8 കോടി രൂപ ചെലവിൽ 40 തോടുകളുടെ ആഴം കൂട്ടൽ, എക്കൽ നീക്കം ചെയ്യൽ, കലിങ്കുകളുടെ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. 62 കിലോമീറ്ററാണ് തോടുകളുടെ ആകെ നീളം. ആലങ്ങാട് പഞ്ചായത്തിലെ 22-ഉം കരുമാലൂർ പഞ്ചായത്തിലെ 12-ഉം കുന്നുകര പഞ്ചായത്തിലെ 6 തോടുകളാണ് നവീകരിക്കുന്നത്. 3 പഞ്ചായത്തുകളിലെയും പ്രധാന ജലസ്രോതസ്സായിരുന്ന ഈ തോടുകൾ എക്കലടിഞ്ഞ് പ്രവർത്തനക്ഷമമല്ലാതായി മാറിയിരുന്നു. ഈ മേഖലയിലെ 56 ഹെക്ടർ സ്ഥലത്ത് കാർഷികാവശ്യത്തിനായി ഈ തോടുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ചെളിയടിഞ്ഞ് ഉണ്ടാകുന്ന വെള്ളക്കെട്ട് മൂലം ജനജീവിതത്തിന് ഏറെ പ്രയാസം നേരിടുകയും ഉറവകൾ തടസ്സപ്പെടുകയും കുളങ്ങളിലും കിണറുകളിലും വെള്ളം മലിനമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആലങ്ങാട് പഞ്ചായത്തിൽ പോത്തട്ടത്തോട്, പൂന്തുരുത്ത് തോട് എന്നിവയിലേക്ക് ഓരുവെള്ളം കയറുന്നത് തടയാനായി സ്ലൂയിസുകൾ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. ഓപ്പറേഷൻ വാഹിനിയുടെ ഭാഗമായി തോടുകളുടെ ആഴം കൂട്ടൽ, ശുചീകരണം തുടങ്ങിയ പ്രവൃത്തികൾ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കി വരുന്നു. മഴക്കാലത്ത് തടസ്സമില്ലാതെ ഒഴുക്ക് സാധ്യമാക്കുന്നതിന് തൃക്കാക്കര നഗരസഭ അതിർത്തിയിൽ 1500 മീറ്റർ നീളത്തിൽ എടച്ചിറ പാലം മുതൽ കടമ്പ്രയാർ വരെയുള്ള ഭാഗത്ത് ജലസേചന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് പായലും പുല്ലും നീക്കം ചെയ്ത് വൃത്തിയാക്കി. തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഉൾപ്പെടുന്ന മിൽമ തോട്ടിൽ KSCB സബ്സ്റ്റേഷൻ ഭാഗത്തു നിന്നും തുടങ്ങി 3 കിലോമീറ്ററോളം ഭാഗത്ത് 5 ലക്ഷം രൂപ ചെലവിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നു. മരട് നഗരസഭയിലെ ഐനി തോടിന്റെ കുണ്ടന്നൂർ പുഴയുമായി യോജിക്കുന്ന ഭാഗത്ത് എക്കൽ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്നതിനായി സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന ചെങ്ങാതി പദ്ധതിയുടെ ക്ലാസുകൾ പായിപ്ര പഞ്ചായത്തിൽ ആരംഭിച്ചു. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പഞ്ചായത്താണ് പായിപ്ര. ഹമാരി മലയാളം പാഠപുസ്തകം അതിഥി തൊഴിലാളികൾക്ക് വിതരണം ചെയ്ത് ക്ലാസുകൾ നടത്തുന്ന പദ്ധതിയാണ് ഇത്. ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ചെങ്ങാതി സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി 16 വയസ്സിന് മുകളിൽ പ്രായമുള്ള അതിഥി തൊഴിലാളികൾക്ക് ക്ലാസുകൾ നൽകും. 3 മാസമാണ് പദ്ധതിയുടെ പഠന കാലയളവ്. സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ഹമാരി മലയാളം പാഠപുസ്തകത്തെ ആസ്പദമാക്കിയാണ് മലയാള പഠന ക്ലാസുകൾ. പഠനം പൂർത്തിയാകുന്നതോടെ പരീക്ഷയും നടത്തും. ചെങ്ങാതി മികവുത്സവം എന്ന പേരിലാണ് പരീക്ഷ നടത്തുന്നത്. ഹെൽത്തി കേരള പരിശോധനയുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എറണാകുളം ജില്ലയിൽ 887 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 69 ടീമുകളാണ് പരിശോധനയിൽ പങ്കെടുത്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തിയത്. വഴിയോര ഭക്ഷണശാലകൾ, ഹോട്ടലുകൾ, തട്ടുകടകൾ, കൂൾബാറുകൾ, ജ്യൂസ് കടകൾ, കാറ്ററിംഗ് സെന്ററുകൾ, ബേക്കറികൾ, ഐസ് ഫാക്ടറികൾ തുടങ്ങിയവയിലാണ് പരിശോധന നടന്നത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്യുക, മലിനജലം പുറത്തേക്ക് ഒഴുക്കുക, മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കാതിരിക്കുക, പകർച്ചവ്യാധി പടരുന്ന സാഹചര്യം സൃഷ്ടിക്കുക, ഓടകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക തുടങ്ങിയ അപാകതകൾ കണ്ടെത്തിയ 53 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. വഴിയോര ഭക്ഷണ സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നിന്ന് പിഴയും ഈടാക്കി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.